ADGP MR അജിത് കുമാറിന്റെ ശബരിമല ട്രാക്ടർ യാത്രയുടെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിട്ടു. 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊപ്പം MR അജിത് കുമാർ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തായത്. ദൃശ്യങ്ങൾ കാണാം നമുക്കാദ്യം. സ്വാമി അയ്യപ്പൻ റോഡ് വഴി ട്രാക്ടറിൽ MR അജിത് കുമാറും പേഴ്സണൽ സ്റ്റാഫും ഡ്രൈവർക്കൊപ്പം സഞ്ചരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണുള്ളത്. സാധനങ്ങൾ കൊണ്ടുപോകാൻ മാത്രം അനുവാദമുള്ള ഒരു യാത്രികരെയും കയറ്റാൻ പാടില്ല എന്ന് മോട്ടോർ വാഹന നിയമപ്രകാരം നിഷ്കർഷിച്ചിട്ടുള്ള ട്രാക്ടറിൽ നിയമവിരുദ്ധമായി ഹൈക്കോടതി ഉത്തരവിൻ്റെ ലംഘനം എന്ന വണ്ണമാണ് ADGP MR അജിത് കുമാർ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെയും കൊണ്ട് ശബരിമലയിലേക്ക് ട്രാക്ടറിൽ സവാരി പോയത്. തീർന്നില്ല. നിയമവിരുദ്ധമായി 6 മിനിറ്റ് അജിത് കുമാർ ശ്രീകോവിലിന് മുന്നിൽ ചെലവഴിച്ചു. അതേസമയം തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോഴും MR അജിത് കുമാറിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. വിവാദ ട്രാക്ടർ യാത്രയിൽ ഒരു പോലീസുകാരനെ പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. ശബരിമലയിൽ അദ്ദേഹം 6 മിനിറ്റ് നേരം ഹരിവരാസനം പാടുന്ന സമയത്ത് നടയ്ക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും ഇന്ന് പുറത്തു വന്നു. നേരത്തെ ദിലീപിൻ്റെ VVIP ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ രൂക്ഷമായിട്ടുള്ള വിമർശനമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ആ ദൃശ്യങ്ങളും പുറത്തു വന്നത്. ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കാണാം. ഇതാണ് ട്രാക്ടർ യാത്രയുടെ ദൃശ്യങ്ങൾ. നമുക്കൊപ്പം റോഷി പാലുണ്ട്. റോഷി, ട്രാക്ടർ യാത്ര നിയമവിരുദ്ധമാണ്, അതിലും നിയമവിരുദ്ധമാണ് VVIP ദർശനം. ഇത് രണ്ടും ADGP MR അജിത് കുമാർ ചെയ്തിരിക്കുന്നതിന് തെളിവുകളാണ് ഇന്ന് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. റോഷി, എന്നിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്നതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ദൃശ്യം, അതായത് ശബരിമലയിൽ ദർശനത്തിന് പോകുമ്പോൾ അവിടെ പാലിക്കേണ്ട നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു VVIP ദർശനവും പാടില്ല എന്നുള്ളതാണ്. എന്നിട്ടും ഇതേപോലെ ഹരിവരാസനം പാടുന്ന സമയത്ത് ഭക്തരെ പിന്നിലാക്കി MR അജിത് കുമാർ അവിടെ VVIP ദർശനം നേടുന്ന ദൃശ്യങ്ങളാണ്. അപ്പോൾ 2 തരത്തിലുള്ള ചട്ടലംഘനങ്ങളും നടന്നിട്ടും ഒരു നടപടിയും ഈ നിമിഷം വരെയും MR അജിത് കുമാറിനെതിരെ എടുത്തിട്ടില്ല എന്നതുകൊണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? റോഷി, അരുൺകുമാർ, ശബരിമലയിലേക്ക് ADGP MR അജിത് കുമാർ നടത്തിയ നിയമവിരുദ്ധ യാത്രയുടെ നേർസാക്ഷ്യം അതാണ് ഇന്ന് പുറത്തു വന്ന CCTV ദൃശ്യങ്ങൾ. 12-ന് രാത്രി 9:43 ഈ CCTVയിൽ ഈ ദൃശ്യങ്ങൾ പതിഞ്ഞത്. അതിൽ MR അജിത് കുമാറിനൊപ്പം 2 സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ കൂടിയുണ്ട്. ഒന്ന് ഗൺമാനാണ്. ഈ ദൃശ്യങ്ങളിൽ MR അജിത് കുമാർ മങ്കി ക്യാപ്പ് ധരിച്ചാണുള്ളത്. ഏതായാലും ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴും MR അജിത് കുമാറിനെതിരെ ഒരു നടപടിയും എടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. നിലവിൽ പമ്പ പോലീസ് നിയമവിരുദ്ധമായ ട്രാക്ടർ യാത്രയിൽ ട്രാക്ടർ ഡ്രൈവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. FIR-ൽ MR അജിത് കുമാറിന്റെ പേര് പോലും പരാമർശിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഏതായാലും സംഭവത്തിൽ DGPക്ക് പത്തനംതിട്ട SP നൽകിയ റിപ്പോർട്ടിനൊപ്പം തന്നെ ഈ ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. ഇനി ഹൈക്കോടതി എടുക്കുന്ന തീരുമാനമാണ് ഏറ്റവും നിർണായകമാവുക. ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറാനായി സംസ്ഥാന പോലീസ് മേധാവി റാവട ചന്ദ്രശേഖർ DGPക്ക് ആഭ്യന്തര സെക്രട്ടറിക്ക് ഈ റിപ്പോർട്ട് കൈമാറുന്നുണ്ട്. അതിനൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളും ചിത്രങ്ങളടക്കം നൽകുന്നു. അപ്പോൾ മുഖ്യമന്ത്രി അതിലെടുക്കുന്ന തീരുമാനവും നിർണായകമാകും. ഏതായാലും